നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന് കുരുക്കുമുറുകുന്നു. സ്വർണം ചെമ്പാക്കി മാറ്റിയെന്ന സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പ് എന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചുവെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ബോർഡ് അംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ട് എന്നും ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പിട്ടതെന്നുമാണ് SIT കണ്ടെത്തിയിട്ടുള്ളത്. പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന സംശയവും നിലവിലുണ്ട്. പോറ്റി പത്മകുമാറിന്റെ ബിനാമിയായി പ്രവർത്തിച്ചുവെന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ SITയുടെ പക്കലുണ്ട് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും ഈ പത്മകുമാർ ഇതുവരെ എത്തിയിട്ടില്ല. സമയം പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ്. നോട്ടീസിന് ശേഷവും ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുവാൻ തന്നെയാണ് SITയുടെ തീരുമാനം. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയാണ് പുറത്തേക്ക് കടത്തിയിരുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത 2019 ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് നിർണായക തെളിവുകൾ ലഭിച്ചത്. ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡ് അംഗങ്ങൾക്കും ഇതിൽ നിർണായക പങ്കുണ്ട്. കാരണം ബോധപൂർവമായിട്ടാണ് ഇവരെല്ലാവരും തന്നെ മിനിറ്റ്സിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. പത്മകുമാറിന്റെ അറസ്റ്റ് ഉടൻ തന്നെ അനിവാര്യമാണെന്നും അറസ്റ്റ് ഉണ്ടായാൽ അത് കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം കടക്കുമെന്നുമാണ് SITയുടെ നിരീക്ഷണം. ദേവസ്വം മുൻ കമ്മീഷണർ എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ പത്മകുമാറിനെ ഉടൻ ചോദ്യം ചെയ്യുവാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വാസുവിനെ അറസ്റ്റ് ചെയ്ത അന്ന് തന്നെ പത്മകുമാറിന് 2ാം നോട്ടീസും നൽകിയിരുന്നു. ഇന്ന് 3ാം നോട്ടീസും നൽകിയെങ്കിലും പത്മകുമാർ ചോദ്യം ചെയ്യലിൽ ഹാജരായില്ല. ആറന്മുളയിലെ വീട്ടിൽ തുടരുകയാണ്. തനിക്ക് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണ സംഘം വിളിച്ചിട്ടില്ല എന്നുമൊക്കെയാണ് പത്മകുമാർ അടുപ്പക്കാരോട് പറയുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കുമെന്ന സൂചന ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് ഇതുവരെ അന്വേഷണ സംഘം അതിന് തയ്യാറായിട്ടില്ല. ഇതോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നിർണായക ചോദ്യം ചെയ്യലിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം സെക്രട്ടറിയും തിരുവാഭരണ കമ്മീഷണറുമായിരുന്ന S ജയശ്രീക്ക് താൽക്കാലിക ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ചൊവ്വാഴ്ച വരെ ജയശ്രീയുടെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. മുൻകൂർ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നത് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ തീരുമാനം. ഇന്നലെ പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. 2019 സ്വർണ്ണപ്പാളി കേസിലെ 4ാം പ്രതിയാണ് ജയശ്രീ. 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, 2ാം പ്രതി മുരാരി ബാബു, 3ാം പ്രതി N വാസു എന്നിവർ നിലവിൽ ജയിലിലാണ്. സ്വർണ്ണപ്പാളി ചെമ്പെന്ന് രേഖപ്പെടുത്തി കൈമാറിയത് ജയശ്രീയാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികളും ഉറപ്പായിരുന്നു. ഇതോടെയാണ് ഇവർ കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിച്ചത്. ബോർഡ് തീരുമാനം ഉത്തരവായി പുറപ്പെടുവിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ജയശ്രീയുടെ വാദം. കടുത്ത ആരോഗ്യ പ്രശ്നമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. 2017 ജൂലൈ മുതൽ 2019 ഡിസംബർ വരെ ജയശ്രീ ആയിരുന്നു ദേവസ്വം ബോർഡ് സെക്രട്ടറി. അതിനുശേഷം 2020 വരെ വിരമിക്കുന്നതുവരെയും തിരുവാഭരണ കമ്മീഷണറായും പ്രവർത്തിച്ചിരുന്നു.